ഒരു സ്കാം എന്നാണോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ആണോ വിളിക്കേണ്ടത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ സിൽവറിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ എവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം. കാരണം നിങ്ങൾ ഒരു ട്രാപ്പിൽ പെടാൻ ചാൻസ് ഉണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഒക്ടോബർ 9 സിൽവർ ETF ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാവരും ചെറുതായിട്ടൊന്ന് ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. കാരണം അവരെല്ലാവരും സിൽവറിന്റെ ആക്ച്വൽ വിലയേക്കാളും 10%, 12% ഒക്കെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് സിൽവർ ETF വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം സിൽവർ ETF എന്ന് പറഞ്ഞ സാധനം ആക്ച്വൽ സിൽവറിന്റെ പ്രൈസിനെയാണ് മിറർ ചെയ്യേണ്ടത്. അതിനേക്കാൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിൽവർ ETF കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നും ഈ സിൽവറിന് സംഭവിച്ച കാര്യം ഗോൾഡ് ETFസിനോ അല്ലെ ബാക്കിയുള്ള ETFസിനോ മ്യൂച്വൽ ഫണ്ടിനോ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യവും അതിന്റെ അവസാനം ഈ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ട് വീഡിയോസ് ഇനി വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നലെ ശരിക്കും എന്താണ് സംഭവിച്ചത്? നമ്മൾ പല സിൽവർ ETFs എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അതിന്റെ ആക്ച്വൽ വാല്യൂ ആണ് നമ്മൾ INAV എന്ന് വിളിക്കുക. ആ INAVിനെക്കാളും കൂടുതൽ പൈസയിലാണ് ട്രേഡ് ചെയ്തത്. അതായത് ഈ സിൽവർ ETFസിന്റെ ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ശരിക്കത്തെ ട്രൂ വാല്യൂ അഥവാ INAVിനെ കാട്ടിലും കൂടുതൽ പൈസ. എത്ര പൈസ? 5.5%, 3.4%, ചിലത് 10%, 12.5% വരെ. അങ്ങനെ ഓരോരോ ETF ആക്ച്വൽ പ്രൈസ് അതിൻ്റെ ട്രൂ വാല്യൂവിനെക്കാളും കൂടുതൽ 10-12% കൂടുതൽ പ്രൈസിനാണ് ആക്ച്വലി ക്ലോസ് ചെയ്തത്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഇതുപോലത്തെ ഒരു എക്സ്ട്രാ പ്രീമിയം, എക്സ്ട്രാ ഒരു കോസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരാൻ പോലും പാടില്ല. INAVിനെക്കാളും മാക്സിമം പോയ ഒരു 1%, 1.5% മുകളിൽ എന്താണ് ഈ ETF പ്രൈസ് വരാം. അതും എപ്പോഴാണ് വരിക? ഭയങ്കര ഒരു ഡിമാൻഡ് വരുമ്പോൾ, സപ്ലൈനേക്കാളും കൂടുതൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ, അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ETF പോയി വാങ്ങുന്ന സമയത്ത് മേ ബി ഒരു 1.5% വരെ പ്രീമിയം വരാം. പക്ഷേ ഈ 10%, 12% ഒരിക്കലും വരാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ കുറേ കമ്പനീസ് AMCs ഗോൾഡ് ETFs ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അവർ തമ്മിലും ഈ ഡിഫറൻസ് വരാൻ പാടില്ല. അതായത് ഒരാൾ 5.5% കയറി നിൽക്കുന്നു, ഒരാൾ -0.9% കയറി നിൽക്കുന്നു, മറ്റാൾ 10% കയറി നിൽക്കുന്നു. ഇതും ഒരിക്കലും വരാൻ പാടില്ല. കാരണം എല്ലാവരും അവസാനം അവരുടെ വോൾട്ടുകളിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരേ സിൽവർ തന്നെയാണ്. അപ്പോൾ ഒരേ സിൽവർ വാങ്ങിച്ചു വെച്ച പല AMCകളുടെ സിൽവർ ETFന് എങ്ങനെ ഈ പ്രൈസ് ഡിഫറൻസ് ഇത്രയും വരിക? അപ്പോൾ ഇതും വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സിൽവറിന് ചാർട്ട് കമ്പയർ ചെയ്ത് നോക്കിയാലും വളരെ ക്ലിയർ ആണ്. ഈ കളറിൽ കാണുന്ന സാധനം ഒരു സിൽവർ ETFന്റെ ഗ്രാഫാണ്. ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് ആക്ച്വൽ സിൽവറിന്റെ പ്രൈസ് INR. ഒക്ടോബർ 7 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ടും ഒരേപോലെയാണ് മൂവ് ചെയ്ത്. ചെറിയ ഡിഫറൻസസ് ഉള്ളൂ, വിച്ച് ഇസ് ഓക്കെ. പക്ഷേ നമ്മൾ ഒക്ടോബർ 9 ഗ്രാഫ് നോക്കിയാൽ ആക്ച്വൽ സിൽവറിന്റെ പ്രൈസ് ഇങ്ങനെ പോവുകയും അതേസമയം സിൽവർ ETFന്റെ പ്രൈസ് ഇങ്ങനെയാണ് പോയത്. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇന്നലെ സിൽവർ ETF വാങ്ങിച്ചവരാണെങ്കിൽ നിങ്ങൾ വെറുതെ ഒരാവശ്യമില്ലാണ്ട് എക്സ്ട്രാ 10% കൊടുത്തിട്ടാണ് സിൽവർ ETF വാങ്ങിച്ചത്. ഇനി ആ 10% നിങ്ങൾ വെറുതെ കൊടുത്തതില്ലേ, നാളെയോ മറ്റന്നാളോ അത് കുറയാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ സിൽവറിന്റെ പ്രൈസ് ഇനി അടുത്തുള്ള ദിവസങ്ങളിൽ മൂവ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഇന്നലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സിൽവർ ETF ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ 10% ലോസ് ഉണ്ടാക്കും. ഇനി ഇവിടെ ഒരു ഗുണമുള്ള ഒരു കാര്യം, ഗുണമുണ്ടെന്ന് പോലും പറയാൻ പാടില്ല ശരിക്കും, പക്ഷേ സംഭവത്തിലേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ സിൽവർ ETF വാങ്ങിച്ചു വെച്ച ഒരാളാണെങ്കിൽ, നിങ്ങൾ ഇന്നലെയോ ഇന്നൊക്കെ വിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കുറച്ച് എക്സ്ട്രാ പൈസ കിട്ടും. അപ്പോൾ അടുത്ത് വരുന്ന ചോദ്യം, ഇതിങ്ങനെ സംഭവിക്കുക, എന്താണ് ഇന്നലെ ശരിക്കും സംഭവിച്ചത്? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ETF വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് NAVും INAVും ETFന്റെ പ്രൈസും തീരുമാനിക്കപ്പെടുന്നതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് മനസ്സിലാക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ETF എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഒരു സിൽവർ അഥവാ ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറേ ആൾക്കാരുടെ നിന്ന് പൈസ ഈ AMCs, നിപ്പോൺ ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, അവർ ശേഖരിച്ചിട്ട് അവർ ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ വോൾട്ടിൽ ആക്ച്വൽ സിൽവറും അതായത് ഗോൾഡ് ETF ആണ് ഗോൾഡ് വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വോൾട്ടിൽ വാങ്ങിച്ചു വെച്ച ഈ സിൽവറിന്റെ അല്ലെങ്കിൽ ഗോൾഡിന്റെ ആക്ച്വൽ വാല്യൂനെയാണ് നമ്മൾ NAV എന്ന് വിളിക്കുക. ആ NAV ഓരോ ദിവസത്തിന്റെ അവസാനവും ഇവരുടെ വെബ്സൈറ്റിലും NSEയുടെ വെബ്സൈറ്റിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് ആ ETFന്റെ ആക്ച്വൽ വാല്യൂ. ആ ETF ഹോൾഡ് ചെയ്യുന്ന സിൽവറിന്റെ എല്ലാ കോസ്റ്റും, ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിക്കോട്ടെ, GST ആയിക്കോട്ടെ, എല്ലാം കൂടി ചേർത്തിട്ടുള്ള ആക്ച്വൽ വാല്യൂ. പക്ഷേ ഈ NAVന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് എല്ലാ ദിവസവും അവസാനം മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെബി വേറൊരു ഫെസിലിറ്റി ഉണ്ടാക്കി, ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി. ഹലോ എവരിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു പുതിയൊരു മെഷർ കൊണ്ടുവന്നു. അതിന്റെ പേരാണ് INAV. അപ്പോൾ ഈ NAV എന്താണെന്നും INAV എന്താണെന്നും അതിന് അവസാനം ETF പ്രൈസ് എന്താണെന്നുള്ള കാര്യം സിമ്പിളായി മനസ്സിലാക്കി.
NAV എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ആണ്, പക്ഷെ അത് എല്ലാ ദിവസവും അവസാനം എൻഡ് ഓഫ് ഡേ മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ. INAV എന്ന് പറഞ്ഞാൽ ഈ NAV എന്ന് പറഞ്ഞ സാധനം ആ വൈകുന്നേരം അല്ലേ റിപ്പോർട്ട് ചെയ്യപ്പെടുള്ളൂ. പക്ഷെ ഒരു ട്രേഡറിന്, നിങ്ങൾ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ NAV ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടേ, എന്നിട്ട് വേണ്ട നിങ്ങൾ ആ ETF വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇപ്പോഴത്തെ NAV റിയൽ ടൈമിൽ ഏകദേശം എത്രയുണ്ടാവും എന്നുള്ള കാര്യം കാണിക്കുന്ന സാധനമാണ് INAV. ഈ INAV എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിലെ ETFസിന്റെ കേസിൽ എല്ലാ 15 സെക്കൻഡും NSEയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ഉള്ളത് ആക്ച്വൽ ETF പ്രൈസ്. ആക്ച്വൽ ETF പ്രൈസ് തീരുമാനിക്കപ്പെടുക ഈ ഡിമാൻഡും സപ്ലൈയുടെ ബേസിലാണ്. അപ്പോൾ ഈ ബയേഴ്സും സെല്ലേഴ്സും കൂടെ അവസാനം വാങ്ങുന്ന വിൽക്കുന്ന ആ ഒരു പ്രൈസ് ആയിരിക്കും ETF-ന്റെ പ്രൈസ്. അതിങ്ങനെ ഓരോ സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഐഡിയലി എന്തായിരിക്കണം? ഐഡിയലി ETF-ന്റെ പ്രൈസും അതിൻ്റെ INAV-ഉം മാച്ച് ആയിരിക്കണം. ഒബ്വിയസ്ലി അവിടെ ചെറിയ ഡിഫറൻസ് ഒക്കെ വരാം. മേ ബി ഒരു 0.1%, 0.5%, ചിലപ്പോൾ 1% ഡിഫറൻസ് വരാൻ പാടില്ല, പക്ഷെ വരാം. പക്ഷെ വിത്തിൻ ആ ഒരു ബാൻഡ് ആയിരിക്കണം. 0 to 1% ഇടയിൽ വരാൻ പാടുള്ളൂ. പക്ഷെ ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ INAV-നെക്കാട്ടിലും 5.5%, 10%, 12%, അത് ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് സിൽവർ ETF-ന്റെ കാര്യത്തിൽ ട്രേഡ് ചെയ്ത്. ഗോൾഡ് ETF-ന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സിൽവറിന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ വന്നു. അപ്പോൾ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് സിൽവറിന്റെ ആക്ച്വൽ INAV-നെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ ETF പ്രൈസ് വന്നത്? അപ്പോൾ ഇതിനൊക്കെ ഓരോ ആൾക്കാർ കുറേ റീസൺസ് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പെട്ടെന്ന് ഈ സിൽവർ ETF-ന്റെ ഡിമാൻഡ് ഭയങ്കര കൂടി. പക്ഷേ ആക്ച്വൽ സിൽവർ, കാരണം ഈ AMCs ആക്ച്വലി സിൽവർ വാങ്ങി വെക്കണ്ടേ, ആ സിൽവറിനുള്ള സപ്ലൈ പെട്ടെന്ന് ഭയങ്കര കുറയുകയും ഈ ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് ആണ് ഈ പ്രീമിയം കൂട്ടിയെന്നാണ് മിക്ക എക്സ്പേർട്സും പറയുന്നത്. ഇവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കോട്ടക്ക് ഓൾറെഡി സെബിക്ക് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അവരുടെ സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. അതായത് ആൾക്കാർക്ക് എക്സ്ട്രാ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം അവർ പറയുന്നത് ഇന്ത്യയിലെ ഡിമാൻഡ് സപ്ലൈ ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ട്. അതായത് ഭയങ്കര ഡിമാൻഡ് ETF-ന് വരികയും പക്ഷെ അതേസമയം അക്യൂട്ട് സ്കാർസിറ്റി ഇൻ ഫിസിക്കൽ സിൽവർ മാർക്കറ്റ്, അതായത് ഇവർക്ക് സിൽവർ ആക്ച്വലി ഫിസിക്കലായിട്ട് വാങ്ങിച്ചു വെക്കാനുള്ള ആ ഒരു സിൽവറിന്റെ സ്കാർസിറ്റി, അതിന്റെ സപ്ലൈ പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് വരികയും അതുവഴി അവർ തൽക്കാലത്തേക്ക് അവരുടെ ETF-ലേക്ക് എന്താണ് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് പോസ് ചെയ്യുന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. നമ്മൾ വേറെ മാർക്കറ്റ് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ്, ഈ ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് പെട്ടെന്ന് വന്നുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. ഇനി ഈ ഒരു കാര്യം ഈ സിൽവർ ETF-ൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ? അല്ല, ഇത് നമ്മൾ ഇതിന് മുൻപും കാണുന്ന കാര്യമാണ്, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നാസ്ഡാക്ക് 100 ETF എടുക്കുകയാണെങ്കിൽ, മോത്തിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100 ETF വളരെ പോപ്പുലർ ആയിട്ടുള്ള ETF ആണ്. നാസ്ഡാക്ക് 100 എന്താ അറിയില്ലെങ്കിൽ അമേരിക്കയിലെ US സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. മിക്ക നമ്മുടെ AI-യും അതുപോലെ ടെക്നോളജി സ്റ്റോക്സും ആപ്പിളും NVIDIA എല്ലാവരും അടങ്ങിയ ഒരു ഇൻഡെക്സ് ആണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര പെർഫോമൻസ് ആണ്. അപ്പോൾ മിക്ക ആൾക്കാർ US-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ നാസ്ഡാക്ക് 100 അല്ലെങ്കിൽ S&P 500 ഇൻഡെക്സ് ഉപയോഗിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോത്തിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100 ETF വാങ്ങാം. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ETF-ന്റെ ആക്ച്വൽ പ്രൈസും ആക്ച്വൽ നാസ്ഡാക്ക് തന്ന റിട്ടേൺസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 25% എക്സ്ട്രാ പ്രീമിയം കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ നാസ്ഡാക്ക് 100 ETF വാങ്ങാം. അതായത് ആക്ച്വൽ നാസ്ഡാക്ക് 100-നെക്കാളും 20% നിങ്ങൾ എക്സ്ട്രാ വെറുതെ പൈസ കൊടുക്കുകയാണ്. പലപ്പോഴും ഇത് 30% വരെ പോയിട്ടുണ്ട്. ഇനി ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം ഇന്ത്യയിൽ ആക്ച്വലി ഈ നാസ്ഡാക്ക് ETF-ന്റെ സപ്ലൈ ഷോർട്ടാണ്. അത് RBI തന്നെ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ടാണ്. കാരണം RBI പറഞ്ഞു ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകാർക്ക് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, $7 billion ആയിരുന്നു. അത് ഓൾറെഡി എല്ലാവരും ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാസ്ഡാക്ക് 100-ലൊന്നും ഇവർക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ സപ്ലൈ ഫിക്സ്ഡ് ആയി. പക്ഷേ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക. കാരണം ആൾക്കാർക്ക്, ഇന്ത്യയിലെ ആൾക്കാർക്ക് വീണ്ടും US സ്റ്റോക്സ് അല്ലെങ്കിൽ US ETFs വാങ്ങിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഡിമാൻഡ് ഭയങ്കര കൂടിയും എന്നാൽ സപ്ലൈ ഫിക്സ്ഡ് ആയതുകൊണ്ടും സപ്ലൈ ഷോർട്ട് ആയതുകൊണ്ടും ഈ പ്രീമിയം നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ പ്രീമിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നാളെ RBI ആ $7 billion ഒന്നും കുഴപ്പമില്ല, നമുക്ക് $10 billion ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ഈ നാസ്ഡാക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും കൂടുതൽ. അപ്പോൾ ഈ പ്രീമിയം പെട്ടെന്ന് അങ്ങോട്ട് വാനിഷ് ചെയ്യും. വീണ്ടും അതിൻ്റെ പ്രൈസും നാസ്ഡാക്ക് 100 പ്രൈസും ഒരുമിച്ച് വരും. അപ്പോൾ ആ സമയത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഈ സമയങ്ങളിലൊക്കെയാണ് ഈ ETF വാങ്ങിച്ചെങ്കിൽ വെറുതെ നിങ്ങളുടെ പൈസ കുറച്ച് നഷ്ടപ്പെടും. നാസ്ഡാക്കിൽ ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ ETF-ന്റെ പ്രൈസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിപ്പ് ആകുമ്പോൾ ഇത് പലരും മനസ്സിലാക്കാതെയാണ് ഈ ETF-ലും അതുപോലെ ആ ETF ഹോൾഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിനും പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സിൽവർ ETF-ന് മാത്രം സംഭവിക്കുന്നതല്ല, പല ETFs-ന് സംഭവിക്കാറുണ്ട്. അവിടുത്തെ ചോദ്യം വരുന്നത് ഇങ്ങനത്തെ ട്രാപ്പിൽ എങ്ങനെ പോയി പെടാതിരിക്കാം. അപ്പോൾ അത് പെടാതിരിക്കാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പറ്റും. അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇതിനു വേണ്ടി 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഫസ്റ്റ് കാര്യം, നിങ്ങൾ ആ പ്രീമിയം പെർസെൻറ്റേജ് ചെക്ക് ചെയ്യുക. പ്രീമിയം പെർസെൻറ്റേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സിമ്പിൾ ഫോർമുലയാണത്.
ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് അഥവാ കറന്റ് ഉള്ള ആ ഒരു ETF പ്രൈസ് എടുക്കുക, INAV എവിടുന്ന് കണ്ടുപിടിക്കണം ഞാൻ കാണിച്ചു തരാം. ഡിവൈഡ് ബൈ INAV ഇൻറ്റു 100G. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം പെർസെൻറ്റേജ് കിട്ടും. ഈ പ്രീമിയം പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് പോലും ചെയ്യരുത്. ഈവൻ 1നും 2നും ഇടയിലാണെങ്കിൽ പോലും അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല ഐഡിയ ആയിരിക്കില്ല. ലെസ് ദാൻ 1 ആണെങ്കിൽ പിന്നെ ഓക്കെയാണ്. പക്ഷേ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഉടനെ തന്നെ കാണിച്ചു തരാം. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETFs നല്ല AUM അഥവാ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ETFs ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. വളരെ കുറവ് AUM ഒക്കെ ആണെങ്കിൽ നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം അതിന് പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഉണ്ടാവില്ല. അങ്ങനെ ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ വെറുതെ നഷ്ടം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരിക്കലും നിങ്ങൾ ട്രാപ്പിൽ പോയി വീഴില്ല. ഇനി പ്രാക്ടിക്കലി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിൻ്റെ നിപ്പോൺ ഇന്ത്യ സിൽവർ ETF-ന്റെ NSE പേജിൽ ഓടിയത്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് NSE പേജിൽ ഓടിയാൻ കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ INAV കാണാൻ പറ്റും. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ് 153.55. നിങ്ങൾ നോക്കേണ്ടത് പ്രീമിയം പെർസെൻറ്റേജ് എത്രയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താണ് നമ്മുടെ കാൽക്കുലേറ്റർ എടുക്കുന്നു. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ഇപ്പോഴത്തെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 153.55 എനിക്ക് മുകളിൽ കാണാം. മൈനസ് INAV എനിക്ക് താഴെ കാണാം 151.89 ആണ്. ഡിഫറൻസ് ഞാൻ എടുത്തു. വീണ്ടും ഡിവൈഡഡ് ബൈ INAV കൊണ്ട് ചെയ്തു 151.89. ഈ കാൽക്കുലേഷൻ ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഈ സാധനമാണ്. ഇൻറ്റു 100 ചെയ്താൽ എനിക്കത് പെർസെൻറ്റേജിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രീമിയം നമ്മളിപ്പോൾ കൊടുക്കുന്നത് 1.09% ആണ്. വിത്തിൻ 2% ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വെറുതെ 1.09% എക്സ്ട്രാ കൊടുത്തിട്ടായിരിക്കും നിങ്ങളിത് വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു ബോധത്തോടെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മിക്ക സമയത്തും അത് ലെസ് ദാൻ 1% ആയിരിക്കും എപ്പോഴും നല്ലത്. 2% മുകളിലാണ് നിങ്ങൾ ആലോചിക്കുക പോലും ചെയ്യരുത്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ETF-ന്റെ മാർക്കറ്റ് ക്യാപ്പാണ്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഓൾമോസ്റ്റ് 18,000 crore ഉണ്ട്. ഇനി ഈ 18,000 crore കൂടുതലാണോ കുറവാണോ നമ്മളെങ്ങനെ മനസ്സിലാവാം? അത് നിങ്ങൾ കമ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ 1-2 ETF കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാനിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമ്പയർ ചെയ്യുക. അപ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ മറ്റൊരു ETF കൂടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് റെക്കമെൻഡേഷനും കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് കമ്പയർ നോക്കിയാൽ 58 കോടിയുള്ളൂ. അതായത് 58 കോടി ആൾക്കാർ മൊത്തത്തിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ വാങ്ങാനൊക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ലക്ഷങ്ങളിലോ അല്ലെ ഈവൻ ആയിരങ്ങളിലും നിങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പം പ്രോപ്പർ ലിക്വിഡിറ്റി കിട്ടണമെന്നില്ല. നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങാം. ചിലപ്പം വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ETF-കളിൽ ദയവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. മാത്രമല്ല ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ INAV എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒന്നും കാണുന്നില്ല. INAV ആക്ച്വലി ഇന്ത്യയിലെ ETFs എല്ലാ 15 സെക്കൻഡും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ഇവിടെ കാണുന്നില്ല എന്നുള്ള എനിക്കറിയില്ല. സെബി നോക്കേണ്ട ഒരു കാര്യമാണ്. അത് കാണാത്തതുകൊണ്ട് ആലോചിക്കുക പോലും വേണ്ട ഈ ഒരു ഇങ്ങനത്തെ സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് സിൽവർ ETF-ന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ഗോൾഡ് ETF-ലോ എന്ത് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായും ഈ സിമ്പിൾ പ്രോസസ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. പ്രീമിയം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക, ഓൾസോ AUM നോക്കുക. അതുകൂടാതെ നിങ്ങൾ മാർക്കറ്റ് ഇമ്പാക്ട് അഥവാ ഇമ്പാക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ കാണിക്കുന്നുണ്ട്. അതും മിനിമം ആവാണ് നമുക്ക് നല്ലത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബേസിക്കലി ഈ ഒരു ETF ആക്ച്വലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഇതിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതാണ്. 0.91 അത്ര നല്ലതല്ല, പക്ഷേ 0.02 വിച്ച് ഇസ് ഓക്കെ. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾ ട്രാപ്പിൽ വീഴില്ല. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ സെബി ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവണം. എൻ്റെ അഭിപ്രായത്തിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ നോക്കി ഇത് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഒരിക്കലും ഒരു INAV-നെക്കാളും 1-2% ഓക്കെ, പക്ഷേ 10% ഒന്നും വരാൻ പാടില്ല. അത് പ്രാക്ടിക്കലി ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും റെഗുലേറ്റേഴ്സ് ഈ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. അത് നോക്കിയിട്ട് അവർ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ ചെയ്യേണ്ട ബേസിക് കാര്യം നമ്മുടെ പൈസ സുരക്ഷിതമായിട്ട് വെക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അറിയുന്ന എല്ലാ ഫ്രണ്ട്സിനും, പ്രത്യേകിച്ച് ഈ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്, അവർക്കൊക്കെ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.